വലിയൊരു സിനിമയ്ക്കാണ് ആലപ്പുഴയിൽ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഹൃദയസ്പർശിയായ സംഭവങ്ങളിലൂടെ 3 രാജ്യങ്ങളിലായി ചിത്രീകരിക്കുന്ന ജോയ് കെ മാത്യുവിന്റെ കങ്കാരു ഡോക്യുഫിക്ഷൻ ആലപ്പുഴയിൽ പ്രകൃതിയുടെ അത്ഭുതമെന്ന് വിശേഷിപ്പിക്കുന്ന കങ്കാരുവിനെ കുറിച്ച് ഹൃദയസ്പർശിയായ സംഭവങ്ങളിലൂടെ ആഴത്തിൽ പകർത്തിക്കൊണ്ടുള്ള ചിത്രത്തിന്റെ ചിത്രീകരണം ഓസ്ട്രേലിയയിലും ഇന്ത്യയിലും അടക്കം വിവിധ രാജ്യങ്ങളിലാണ് ചിത്രീകരിക്കുന്നത്. അതിന്റെ ഉദ്ഘാടനമാണ് നമ്മുടെ ആലപ്പുഴയിൽ നടന്നത്. ഇംഗ്ലീഷ്, മലയാളം ചലച്ചിത്ര നടീനടന്മാരെ ഉൾപ്പെടുത്തി ചിത്രീകരിക്കുന്ന ഈ ചിത്രം മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, അറബി, ചൈനീസ്, ഫ്രഞ്ച്, റഷ്യൻ, സ്പാനിഷ് എന്നീ ഭാഷകളിലായാണ് പുറത്തിറക്കുന്നത്. ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിലും പാപ്പുവ ന്യൂ ഗിനിയയിലും കേരളത്തിലുമായാണ് കൂടുതലായി ചിത്രീകരിക്കുന്നത്. ഈ ഡോക്യുഫിക്ഷന്റെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത് നടനും തിരക്കഥാകൃത്തും നിർമ്മാതാവും സംവിധായകനും ലോക റെക്കോർഡ് ജേതാവുമായ ജോയ് കെ മാത്യു ആണ്. ജോയ് കെ മാത്യുവിനെ കൂടാതെ ഇംഗ്ലീഷ് ചലച്ചിത്ര താരങ്ങളായ പീറ്റർ, ഹെലൻ, റീത്ത, ബ്ലെൽ, ജെന്നിഫർ ലിത്തോണി, അമല പോൾ, റിജിൽ തുടങ്ങി കേരളത്തിൽ നിന്നുള്ള മലയാള ചലച്ചിത്ര താരങ്ങളായ ചേർത്തല ജയൻ, ഡോക്ടർ രജിത് കുമാർ, സെലിം ബാവ, മൻരാജ്, പോളി വടക്കൻ, മൻസൂർ മുഹമ്മ, ശ്രീതു, സുപ്രഭ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും മാത്രമല്ല, ജന്തുജാലങ്ങളെ കുറിച്ച് ഗവേഷണം നടത്തുന്നവർക്കും ഈ ഒരു ഡോക്യുഫിക്ഷൻ ഒരുപോലെ പ്രയോജനം ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഈ ചിത്രം ചിത്രീകരിക്കുന്നത്. ഗ്ലോബൽ മലയാളം സിനിമയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഈ ഡോക്യുഫിക്ഷന്റെ കേരളത്തിലെ ചിത്രീകരണം പൂർത്തിയായ ശേഷം ജൂണിൽ ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിൽ 2ാം ഘട്ട ചിത്രീകരണം ആരംഭിക്കും. തുടർന്ന് പാപ്പുവ ന്യൂ ഗിനിയയിലും ചിത്രീകരണം പൂർത്തിയാക്കും. ആദം കെ അന്തോണിക്ക് പുറമെ ജോയ് കെ മാത്യു, പീറ്റർ, സൈമൺ, സാലി മൊയ്തീൻ എന്നിവരാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. ഈ പൗച്ച് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഒരു ഡോക്യുമെന്ററി അല്ല, ഡോക്യുഫിക്ഷനാണ്. കങ്കാരുവിന്റെ ഓസ്ട്രേലിയയിലെ ആവാസ വ്യവസ്ഥിതിയും നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ജീവിയാണ് കങ്കാരു. ആ ജീവിയുടെ പ്രകൃതിയുമായിട്ടുള്ള ബന്ധവും നമ്മുടെ പരിസ്ഥിതി സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ പ്രയോജനകരമായിട്ടുള്ള ഒരു ജീവി തന്നെയാണ് കങ്കാരു. അതുകൊണ്ട് തന്നെയാണ് അത് കൂടുതൽ ജനങ്ങളിലേക്ക് അതെത്തിക്കാനും അതിന്റെ ജീവിതം, അതിന്റെ പ്രാധാന്യം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഡോക്യുഫിക്ഷന്റെ രീതിയിൽ ഇംഗ്ലീഷിലെയും മലയാളികളെയും ആർട്ടിസ്റ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ BBC വേൾഡ് അല്ലെങ്കിൽ നാഷണൽ ജിയോഗ്രഫി അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ ചാനലുകൾ ഇത്തരം ഡോക്യുമെന്ററികൾ ചെയ്തിട്ടുണ്ടെങ്കിലും ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഡോക്യുഫിക്ഷൻ കങ്കാരുവിനെ കുറിച്ച് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഭാഗമാകാനായിട്ട് അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചതിലും ഈ പറഞ്ഞ ഇവിടെയുള്ള എൻ്റെ ബാല്യകാല സുഹൃത്തുക്കളും ചലച്ചിത്ര സുഹൃത്തുക്കളും ഉൾപ്പെട്ട എല്ലാവരും ഇതിന്റെ ഭാഗമാക്കാൻ എനിക്ക് സാധിച്ചതിൽ സന്തോഷമുണ്ട്. കാരണം ഇത് തീർച്ചയായിട്ടും ഒരു 8 ഭാഷകളിലേക്ക് മാറ്റി ചെയ്യുന്ന ഒരു ഡോക്യുഫിക്ഷനാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ, ഈ ഒരു കങ്കാരുവിന്റെ ഈ ഡോക്യുഫിക്ഷനിലൂടെ എനിക്ക് പുറത്തേക്ക് വിടാനായിട്ട് സാധിക്കുമെന്നും അതെല്ലാം ഒരുപാട് ആൾക്കാർക്ക് പുതിയൊരു അറിവും അതുപോലെ തന്നെ കുട്ടികൾക്കും പരിസ്ഥിതി പ്രവർത്തകർക്കും ഒക്കെ ഒട്ടേറെ ഗുണവും അറിവും നൽകുന്ന ഒരു പ്രോജക്റ്റ് ആയിരിക്കും എന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. ഇതിന്റെ ഈ ഒരു സംരംഭത്തിന്റെ ഭാഗമാകാൻ അല്ലെങ്കിൽ ഇതിന്റെ പങ്കാളിയാവാനായിട്ട് ഞങ്ങളോടൊപ്പം സഹകരിച്ച നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജി സുധാകരൻ സാർ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട്, സാമൂഹികമായ വൈകൃതങ്ങൾക്ക് നേരെ ഞങ്ങളുടെ ക്യാമറ തിരിച്ചു കൊടുക്കണം. സാമൂഹികമായിട്ടുള്ള ഉദാത്തമായ മാതൃക എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കണം. അങ്ങനെ സ്വദേശപരമായ കല കലയ്ക്ക് വേണ്ടിയാണോ, കല മനുഷ്യന് വേണ്ടിയാണോ തർക്കമല്ല. കല കലയ്ക്ക് വേണ്ടിയാണ്, കല മനുഷ്യന് രണ്ടുമുണ്ട് ഇതിനകത്ത്. അങ്ങനെ കേരളം ലോകത്തിന് മാതൃകയായ സിനിമകളും ഡോക്യുമെന്ററികളും കൊണ്ട് നിറയട്ടെ ആശംസിച്ചുകൊണ്ട് ഈ കങ്കാരു കൊണ്ട് വേണ്ടിയെടുക്കുന്ന ഈ ഡോക്യുമെന്ററി ലോകത്തെമ്പാടും പോകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇത് ആശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കുന്നു. സുധാകരൻ സാറ് വളരെ വിശദമായിട്ട് നമുക്ക് ഈ ഡോക്യുമെന്ററിയെ കുറിച്ചും ഇതിന്റെ സാമൂഹ്യ പ്രസക്തിയെ കുറിച്ചും സംസാരിച്ച സ്ഥിതിക്ക് ഇനി ഞാൻ എന്ത് സംസാരിച്ചാലും അധിക പ്രസംഗമായിരിക്കും. അതുകൊണ്ട് എൻ്റെ മനസ്സിന്റെ സ്നേഹം ഈ ഡോക്യുമെന്ററി ഒരുപാട് പേരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ സഹായിക്കട്ടെ, ഒരുപാട് പേരുടെ
അറിവിന് ഒരു ആക്കം കൂട്ടാൻ ഈ ഡോക്യുമെന്ററി സഹായിക്കട്ടെ. ഒപ്പം ഇതിന്റെ സിഗ്നിഫിക്കൻസ്, ഈ കങ്കാരു എന്ന് പറഞ്ഞ ജീവിയും അതിന്റെ ആവാസ വ്യവസ്ഥയിൽ അത് ചെയ്യുന്ന കോൺട്രിബ്യൂഷനെ പറ്റിയും എന്റെ പ്രിയ സുഹൃത്തായ ജോയി മാത്യു, കാര്യം ജോയി പ്രസംഗിച്ചപ്പോൾ പറയുണ്ടായി ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച്. കാരണം ആദ്യമായിട്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പല്ല് തേക്കുന്ന ആദ്യത്തെ ജീവിയെ ഞാൻ കണ്ടത് ജോയി മാത്യു. എനിക്കൊരു പുതിയ അറിവായിരുന്നു, ഞാനത് അനുകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ കണ്ടത് അദ്ദേഹം കൈ ഉപയോഗിക്കില്ല ഭക്ഷണം കഴിക്കാൻ, സ്പൂൺ ഉപയോഗിച്ച് കൈ വെട്ടിക്കളയുന്നല്ല, കയ്യിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ അതിനും അദ്ദേഹത്തിന്റെ ന്യായീകരണങ്ങൾ. അപ്പൊ ഒരു ഡിഫറെന്റ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തുകൊണ്ട് നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ എന്താ പറയുക ആക്കം നൽകിയിട്ടുള്ള, ശക്തി നൽകിയിട്ടുള്ള ഒരു നല്ല സുഹൃത്താണ്. അപ്പൊ ജോയി ഈ ഫീൽഡിൽ വരുമ്പോൾ, ഈ വിഷ്വൽ മീഡിയയിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ അറിവും അദ്ദേഹത്തിന്റെ ഭാഷയിലുള്ള പരിജ്ഞാനവും അദ്ദേഹത്തിന്റെ സാമൂഹികമായ ഇടപെടലുകളും എല്ലാം ഈ സൊസൈറ്റിക്ക് ഗുണം ചെയ്യട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇതിന്റെ ഭാഗമാകാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചേർക്കുകയാണ്. അപൂർവം മന്ത്രിമാരെന്ന് പറയാൻ പറ്റത്തില്ല, ഏക കേരളത്തിലെ ഒരു ജനപ്രതിനിധി ആയിട്ടുള്ള സുധാകരൻ സാറിന്റെ സാന്നിധ്യത്തില് ഇന്നിവിടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. സന്ദേശ ചിത്രങ്ങളായിരിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ചുമ്മാ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ചിത്രങ്ങൾ നിർമ്മിക്കുന്ന ഒരാളല്ല എന്ന് കഴിഞ്ഞ 10-25-30 വർഷക്കാലത്തെ അടുത്ത പരിചയം കൊണ്ട് എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. വരുമാനത്തെക്കാൾ ഉപരി ഒരു മെസ്സേജ് ജനങ്ങളിൽ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു പ്രോഗ്രാമിന്റെയും ഈ ഒരു ചിത്രത്തിന്റെയും ഭാഗമാകാൻ നമുക്ക് സാധിച്ചു. ശക്തമായൊരു വേഷം തന്നെയാണ് ജോയി ചേട്ടൻ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഔട്ട്, മൻസൂർ.